ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച INS ഇക്ഷക് ഇന്ന് കമ്മീഷൻ ചെയ്യും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കുന്ന ചടങ്ങിലാണ് യുദ്ധക്കപ്പൽ നീറ്റിലിറക്കുക. സമുദ്രത്തിന്റെ ഗൈഡാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ INS ഇക്ഷക്. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിലാണ് യുദ്ധക്കപ്പലിന്റെ നിർമ്മാണം. സന്ധ്യ ക്ലാസ് സർവേ കപ്പലുകളിലെ മൂന്നാമത്തെ കപ്പലാണിത്. ഹൈഡ്രോഗ്രാഫിക് സർവേകൾക്കും തീരദേശ ദൗത്യങ്ങൾക്കുമാണ് പ്രധാനമായും ഉപയോഗിക്കുക. ഡാനി ഇപ്പോൾ ഒരിക്കൽ കൂടി കൊച്ചിയിൽ നിന്ന്. ഡാനി, എന്തൊക്കെയാണ് സവിശേഷതകൾ ഈ കപ്പലിന്റെ? എൽദോ, ഒറ്റവാക്കിൽ ഈ നാവികസേനയുടെ ഏറ്റവും പുതിയൊരു വഴികാട്ടി എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്ന സവിശേഷമായ സംവിധാനങ്ങളോടുകൂടിയാണ് ഈ കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏറ്റവും അഭിമാനകരമെന്ന് പറയുന്നത് 80% തദ്ദേശീയമായി നിർമ്മിച്ച വികസിപ്പിച്ചെടുത്ത സംവിധാനങ്ങളോടുകൂടിയാണ് കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നതാണ്. ഫിയർലെസ് ബ്രേവ് പാത്ത് ഫൈൻഡർ എന്നതാണ് ഇതിൻ്റെ ഒരു ആപ്തവാക്യം. അത് തന്നെ സൂചിപ്പിക്കുന്നത് എത്രമാത്രം ഇത് നാവികസേനയ്ക്ക് മുതൽക്കൂട്ടാകുന്നു എന്നതെല്ലാം തന്നെയാണ്. ഇത് ആഴത്തിൽ സമുദ്രത്തിൻ്റെ അതിൻ്റെ ഒരു 11,000 അടി ആഴത്തിൽ വരെ വളരെ സസൂക്ഷ്മമായി നിരീക്ഷണം നടത്തി മുന്നോട്ട് പോകാൻ കഴിയുക. അതുമാത്രവുമല്ല, ചുറ്റുപാടുകൾക്ക് കൃത്യമായ വിവരങ്ങളെല്ലാം നൽകാൻ കഴിയുന്ന വളരെ സവിശേഷതമായ അത്യാധുനിക ഉപകരണങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു കപ്പലാണ് ഇത്. അതുകൊണ്ട് തന്നെയും മുഖ്യമായ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഹൈഡ്രോഗ്രാഫിക് സർവേ പ്രവർത്തനങ്ങൾക്ക് പുറമെ അടിയന്തര ഘട്ടത്തിൽ അത് വളരെ പ്രയോജനപ്പെടുന്ന അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി തന്നെ ആണ് അത് ഉപയോഗിക്കാനായിട്ട് കഴിയുക. അത് വളരെ നമുക്ക് ഒരു ഉദാഹരിച്ച് പറയുകയാണെങ്കിൽ ഷിരൂരിലുണ്ടായിരുന്ന ദൗത്യത്തിൽ നാവികസേന അടക്കം അതിൻ്റെ ഒരു സംവിധാനങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതിനേക്കാൾ വളരെ ഡീറ്റെയിലിംഗ് ആയ ഒരു മാപ്പിംഗ് എല്ലാം തന്നെ നടത്തുന്നതിന് ഇത് സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ 11,000 അടി ആഴത്തിൽ വരെ പരിശോധന നടത്താൻ കഴിയുന്നു എന്നതെല്ലാം തന്നെ പറയുന്നത് അതിൻ്റെ ഒരു സവിശേഷ സംവിധാനങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നതാണ്. ഇത് നാവികർക്കും അതോടൊപ്പം ചുറ്റുപാടുകളുള്ള മേഖലകളിലും എല്ലാം തന്നെ വിവരങ്ങൾ കൈമാറാനായിട്ട് എല്ലാം തന്നെ സാധിക്കുന്നു എന്നതെല്ലാമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് കൊച്ചി നാവികസേന ആസ്ഥാനത്ത് ഇതിൻ്റെ ഒരു കമ്മീഷനിങ് ചടങ്ങ് അടക്കമുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. നാവികസേന മേധാവി ദിനേശ് കുമാർ ത്രിപാഠിയാണ് ചടങ്ങിൽ മുഖ്യ അതിഥിയാവുന്നത്. എന്തായാലും നാവികസേനയുടെ മുന്നോട്ടുള്ള പോക്കിൽ വളരെ കൃത്യമായ നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇന്നലെ അതിൻ്റെ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു നാവികസേന പരിചയപ്പെടുത്തിയ കാര്യത്തിൽ പ്രധാനപ്പെട്ട സ്ത്രീകൾക്കടക്കം ഈ നാവികരായ വനിതാ ഉദ്യോഗസ്ഥർക്കടക്കം അവിടെ താമസിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ വരെ ഈ പുതിയ ഈ ഷിപ്പിൽ കപ്പലിൽ ഒരുക്കിയിരിക്കുന്നു എന്നതെല്ലാം തന്നെ നാവികസേന എത്രമാത്രം മാറുന്നു ആ പുരോഗമനവും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നതാണ് എന്നതാണ് നാവികസേന തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. അങ്ങനെ വലിയ സംവിധാനങ്ങളും ഓടുകൂടിയ ഒരു പുതിയ കപ്പൽ കൂടിയാണ് നാവികസേനയുടെ കരുത്തിൻ്റെ ഭാഗമായിട്ട് അണിചേരുന്നത്. എൽദോ. റൈറ്റ്. ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്.